പ്രിയപ്പെട്ടവരെ, സ്നേഹവും സഹോദര്യവും അറിയിക്കുന്നത് നവമാധ്യമ സംസ്ഥാനതല കൺവെൻഷനാണ് നടന്നത്. തീർച്ചയായിട്ടും ഈ കാലത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്നുള്ള വലിയ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഇത്തരം മേഖലയിലേക്കുള്ള കടന്നു പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലെ ജനകീയ സമരങ്ങളും കർഷക പ്രക്ഷോഭം അടക്കമുള്ള സംഗതികൾ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലൊട്ടും നടക്കാതെ പോയും ഉത്തരേന്ത്യയിൽ നന്നായി നടക്കില്ല ഒരു പ്രവർത്തനമാണ് നവമാധ്യമത്തിൻ്റെ ഇടപെടൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ധ്രുവരാഠിയിൽ അവസാനിക്കുന്നതല്ല. നൂറുകണക്കിന്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ നൂറുകണക്കിന് മനുഷ്യർ അതിനുവേണ്ടി വലിയ പ്രവർത്തനം, ഒരാശയമണ്ഡലം തീർക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു എന്നുകൂടി തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയേണ്ടത്. വളരെ കൃത്യമായുള്ള അത്തരം ഒരു ഇടപെടൽ കേരളത്തിൽ നടന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു സമൂഹം കേരളത്തിലെ ശ്രീനാരായണീയരാണ്. നവോത്ഥാനത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളും അതിലെ തൊഴിൽ വർഗം എന്ന രീതിയിൽ അനുഭവിച്ച ഇടതുപക്ഷ സാംസ്കാരികവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും അനുഭവ സമ്പത്തുള്ള ഒരു ജനത എങ്ങനെയാണ് തിരിച്ച് ചിന്തിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൽ നാം സ്വയം തലകുനിക്കേണ്ടതുണ്ട് എന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് പുരാവന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാക്കിർ കരുണാണ്. പുരാവന കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഈ സ്വാഗത സംഘത്തിന് വേണ്ടിയും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ പുരാവന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന ട്രഷറർ കൂടിയായിട്ടുള്ള ടി.ആർ. അജയനാണ്. ടി.ആർ. അജയന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് സ്വാഗതം പറഞ്ഞത് പുരാവന കലാസാഹിത്യ സംഘം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും പ്രമുഖ കഥാകൃത്തും കൂടിയായിട്ടുള്ള എം.എൻ. വിനയകുമാറാണ്. വിനയകുമാറിന് ഞാൻ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസ അർപ്പിച്ചത് രേണു രാമനാഥ്, പുരാവന കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. രേണു രാമനാഥിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതിലൊക്കെ ഉപരിയായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ദുർഘടമായ ഒരു കാലാവസ്ഥയെ അതിജീവിച്ചിവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്.